എൻ്റെ പേര് ആഗ്നസ് നീതു. ഞാൻ പൂക്കാട്ടുപടി, എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തിനെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരുന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് ഡിസംബർ മാസം പകുതിയോടുകൂടി പനിയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ വിചാരിച്ചിരുന്നത് സാധാരണ വൈറൽ ഫീവർ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടും പനി മാറാത്തത് കൊണ്ട് ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ കണ്ടുപിടിച്ചത് കുഞ്ഞിൻ്റെ കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഡോക്ടർമാർ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു ഇത് മെനിഞ്ചൈറ്റീസ് ആണ്, കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് 6 വേണ്ട CRP കൗണ്ട്, ബ്ലഡിലെ CRP കൗണ്ട് 6 വേണ്ട സ്ഥാനത്ത് 200 ബ്ലഡിൻ്റെ കൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിന് വേറൊരു കുഴപ്പമില്ല, കഫക്കെട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മെനിഞ്ചൈറ്റീസ് ആണെന്ന് അവർ ഉറപ്പിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ 3 ദിവസത്തോളം കുഞ്ഞ് അനങ്ങാതെ ബെഡിൽ വേദന അനുഭവിച്ച് കിടക്കേണ്ടി വരും. അതുപോലത്തെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ ടെസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സാണ്, അത് 3 ദിവസം കുഞ്ഞിന് അനങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ 3.5 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് 3 ദിവസം അനങ്ങാതെ കിടപ്പിൽ കിടന്ന് വേദന അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, മാതാവേ കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം മാതാവ് ഉണ്ടാക്കല്ലേ, അത് തടസ്സപ്പെടുത്തണമേ എന്ന്. ഡോക്ടർമാർ പറഞ്ഞു കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം, അതിനുശേഷം നമുക്ക് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന്. പിറ്റേ ദിവസം രാവിലെ വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ വലത്തേ കണ്ണിന് പ്രഷർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നട്ടലിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൂയിഡ് എടുക്കാൻ പറ്റില്ല, പ്രഷർ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുമെന്ന് പറഞ്ഞ്. അതിനുശേഷം അവർ പറഞ്ഞു നമുക്ക് MRI ചെയ്ത് എന്തുകൊണ്ടാണ് പ്രഷർ വേരിയേഷൻ വന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI ചെയ്യാൻ വേണ്ടി പോയി. കുഞ്ഞിന് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു, കുഞ്ഞ് ഉറങ്ങുന്നില്ല. 3.5 വയസ്സായ കുഞ്ഞ് സെഡേഷൻ്റെ മരുന്ന് കൊടുത്തിട്ടും ഉറങ്ങുന്നില്ല. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സെഡേഷൻ്റെ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാം, അപ്പോൾ കുഞ്ഞ് എന്തായാലും ഉറങ്ങാതിരിക്കില്ല. പക്ഷേ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറുകയാണ് ചെയ്തത്. എന്ത് ചെയ്തോ ഉറങ്ങുന്നില്ല. ഉറങ്ങാതെ അവർക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റില്ല. MRI ചെയ്താലാണ് എന്തുകൊണ്ടാണ് പ്രഷർ വേരിയേഷൻ വന്നതെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് തടസ്സങ്ങൾ. ഞാൻ മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, കൊന്ത ചൊല്ലി ഞാനും ഭർത്താവും ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, മാതാവേ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ അനുവദിക്കല്ലേ, ഞങ്ങളുടെ കുഞ്ഞ് വേദന സഹിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ തടസ്സങ്ങളായിട്ട് MRI ചെയ്യാൻ സാധിച്ചില്ല. കുഞ്ഞിന് ഞങ്ങൾ അവസാനം അന്ന് രാത്രി 8:30 ആയപ്പോഴാണ് കുഞ്ഞ് ഉറങ്ങിയത്. 8:30 ആയപ്പോൾ ഞാൻ കുഞ്ഞിനെ 3.5 വയസ്സുള്ള കുഞ്ഞിനെ വട്ടം എടുത്തിട്ട് ലിഫ്റ്റിലോട്ട് കൊണ്ടുപോകും. ഞാനും ഹസ്ബൻഡും ഒരു ഡ്യൂട്ടി നേഴ്സും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ. നേഴ്സ് കയറി ആദ്യം അകത്തോട്ട്, പിന്നെ ഹസ്ബൻഡ് കയറി. കുഞ്ഞിനെ ഞാൻ വട്ടം പിടിച്ചിരിക്കുന്നത് ലിഫ്റ്റിലെ ഓപ്പറേറ്റർ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ലെന്ന് എനിക്കറിയില്ല, കാരണം ചെറിയ കുഞ്ഞല്ല, 3.5 വയസ്സായ കുഞ്ഞാണ്. ഞാൻ വട്ടം പിടിച്ചേക്കുമായിരുന്നു, എന്നിട്ടും ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടില്ല. അയാൾ പെട്ടെന്ന് ലിഫ്റ്റ് ക്ലോസ് ചെയ്തു. കുഞ്ഞിൻ്റെ തലയിലോട്ട് ലിഫ്റ്റിൻ്റെ ഡോർ അടഞ്ഞ് പെട്ടെന്ന് എൻ്റെ കൈയും, പക്ഷെ ഞങ്ങൾക്ക് വേദന അനുഭവിച്ചില്ല, കുഞ്ഞ് കരഞ്ഞു പോലുമില്ല. പക്ഷെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോഴും വിശ്വസിക്കുകയാണ്, മാതാവ് MRI പോലും ചെയ്യാൻ ഞങ്ങളുടെ കുഞ്ഞിനെ ഇടവരുത്തിയില്ല. അതിനുശേഷം അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് MRI ചെയ്യാൻ സാധിക്കില്ല. പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ MRI ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യേണ്ട, കാരണം പ്രഷർ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് മരുന്നിലോട്ട് കിടക്കാം. പക്ഷേ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റില്ല, കാരണം വൈറസ് ആണോ കയറിയിരിക്കുന്നത് തലച്ചോറിൽ, അതോ ബാക്ടീരിയ ആണോ കയറിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് മരുന്ന് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള വേറെ കുട്ടികൾ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തത് ഇവിടെയുണ്ട്. ആ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഞങ്ങൾ ഈ കുഞ്ഞിനും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവർ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. 14 ദിവസത്തെ ആൻറ്റിബയോട്ടിക് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, മാതാവേ ഞങ്ങളുടെ കുഞ്ഞിന് എന്താണ് രോഗം, ഏത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് മാതാവ് തന്നെ ഞങ്ങളുടെ കുഞ്ഞിന് മരുന്ന് മോഡിഫിക്കേഷൻസ് വരുത്തണേന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ളിലെ പ്രാർത്ഥന. മാതാവ് അത് ഞങ്ങൾക്ക് കേൾക്കുകയും മാതാവ് അത് ഞങ്ങൾക്ക് നടത്തി തന്നു. ആൻറ്റിബയോട്ടിക് 7 ദിവസം ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക്
കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 8ാമത്തെ ദിവസം മുതൽ വേറെ ആൻറ്റിബയോട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 7 ദിവസത്തിൽ കൂടുതൽ ഒരു ആൻറ്റിബയോട്ടിക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പിത്തസഞ്ചിയിൽ കല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു 8ാം ദിവസം മുതൽ ഡോസ് കുറഞ്ഞ ആൻറ്റിബയോട്ടിക്കാണെന്ന്. 8ാം ദിവസം മുതൽ കുറഞ്ഞ ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയപ്പോൾ മുതൽ കുഞ്ഞിന് പിന്നെയും പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരാനുള്ള അടയാളമായിട്ടാണെന്നാണ്. ഞങ്ങൾ വേഗം മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വെച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ആ സമയത്താണ് ഓർമ്മ വന്നത്, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. എല്ലാ ദിവസവും 2 സാക്ഷ്യങ്ങളും ഇത് ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് NICയിൽ കടന്നിരുന്ന കുഞ്ഞിന് തലനെറ്റിയിൽ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ആ ഉടമ്പടി കാശുരൂപത്തിൽ നിന്ന് വെളിച്ചം അനുഭവപ്പെട്ടത്. അപ്പം തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിടിച്ചു നിന്ന പോലെ തന്നെ ആ പനി പെട്ടെന്ന് മാറി. ഡോക്ടേഴ്സിന് മനസ്സിലായി ഞങ്ങൾ മരുന്ന് മാറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിന് പനി വീണ്ടും വന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഡോക്ടേഴ്സിന്. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് കൂടിയ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, കുഞ്ഞിൻ്റെ പനി മാറ്റി തന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് തിരുക്കുമാരൻ ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 2 വർഷക്കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളായിരുന്നു. ഒന്നല്ലെങ്കിൽ എപ്പോഴും കലഹങ്ങളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഉടമ്പടി ഉപ്പ് 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ 4 അതിരിലും ഞങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിച്ചു. 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള കലഹങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ കടന്നു പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പം എനിക്ക് എന്ത് പറഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും എന്തുകൊണ്ട് തന്നു എന്നൊന്നും പറയാറില്ല. പക്ഷേ എന്ത് പ്രശ്നം വന്നാലും മാതാവുണ്ട് എനിക്ക് ആശ്രയിക്കാൻ എന്നൊരു ഉറച്ച ബോധ്യം മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം ഈ മകന് വേണ്ടിയുള്ള സാക്ഷ്യമാണ്. അതിൽ വ്യക്തമായിട്ട് തന്നെ അതിലെന്താണ് ദൈവിക ഇടപെടലെന്നും ആ സമയത്ത് പ്രാർത്ഥനയോടെ അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളും വ്യക്തമായിട്ട് പറയുകയും അതിലൊക്കെ ഒരു ദൈവികമായിട്ടൊരു ഇടപെടലുണ്ടെന്ന് വിശ്വസിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ ബലത്തിലാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യം പറയാനെത്തിയത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ 1 വർഷത്തിലേറെ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വസ്തയോടെ നിൽക്കുമ്പം നമുക്ക് വ്യക്തമായിട്ടും ഇതിൻ്റെ ഒരു രീതികളും അല്ലെങ്കിൽ ഈശോയും മാതാവുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ രീതികളും എല്ലാം ഒരു ബോധ്യപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരും എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം ഉടമ്പടിയിൽ അങ്ങനെ ഒരു അനുഭവം നടക്കുന്നുണ്ട്. കാരണം അന്ന് ഉടമ്പടി എടുക്കുന്നവരുടെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത് വ്യക്തവുമാണ്. പിന്നെ 2ാമത്തേത് കുടുംബത്തിൽ കടന്നു എന്ന് പറയുന്ന സമാധാനവും ഒരു പ്രാർത്ഥന. ഇപ്പോൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളമുണ്ട്. കർത്താവ് ഉദ്ധിതനായതിന് വന്നതിന് ശേഷം ഏറ്റവും അധികം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമുള്ളൊരു സമാധാനം. അത് കുടുംബത്തിലും ഉണ്ടായെന്നുള്ളത് ഏറ്റവും അവസാനം പറയുമ്പം വ്യക്തി ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടായതിനേക്കാളുപരി അത് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരവസരമാണ് ഉടമ്പടിയിൽ എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം ഉയരുമ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അത്ഭുതം എന്ന് പറയുന്നത്. പിന്നീട് മാതാവ് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന വഴികളിലൊക്കെയും മാതാവ് വ്യക്തമായിട്ട് ഇങ്ങനൊരു സാന്നിധ്യം നൽകി ശക്തിപ്പെടുത്തി. ഏറെ പ്രത്യേകിച്ച് കുടുംബത്തിന് ഏർപ്പെട്ട മകന് നൽകിയ സൗഖ്യത്തിനും അതിനേക്കാളും അപ്പുറം ലഭിച്ച വിശ്വാസത്തിൻ്റെ ഒരു ആഴപ്പെടുത്തലിനെയും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടിയാണ് ഈ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ഈശോയ്ക്കും കൃപാസനാമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ, കൂത്താട്ടുളത്താണ് എൻ്റെ വീട്. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലും ഒരു OET എന്നൊരു സ്വപ്നത്തോടു കൂടി തന്നെയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഞാൻ 14 വർഷം സൗദിയിലായിരുന്നു. അങ്ങനെ 2022 ഒരു ജൂൺ മാസത്തിൽ ഞാനിങ്ങനെ OETയെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടു. ഞാനപ്പം
അപ്പം തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഗൂഗിളിലൊക്കെ തപ്പി ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം എനിക്ക് മാതാവിനെയും ഈശോയിനെയും കുഞ്ഞിലേ തൊട്ടേ, കാരണം ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും എപ്പോഴും പ്രാർത്ഥനയുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തു. നെക്സ്റ്റ് ഡേയിൽ ഒരു ചേച്ചി ഇവിടുന്ന് നാട്ടിൽ നിന്ന് വന്നപ്പം എന്നോട് പറഞ്ഞു, ധന്യേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സത്യമായിട്ട് ആരും എന്നോട് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ കൃപാസനമ്മ പിന്നെയും എന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ ഒ ഇ ടി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഈ 14 വർഷം അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരികളൊക്കെ പലരും എഴുതുന്നു. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും, നീയും എഴുതടി. പക്ഷേ എനിക്ക് ഈ ഇംഗ്ലീഷൊന്നും അറിയോ അതൊന്നും എനിക്ക് ഒരു ഇതും എനിക്കില്ല. അപ്പം ഞാനാണേ പറയും, ഇല്ല ഞാനിവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമായിരുന്നു. അപ്പം പിന്നെ എപ്പോഴും എനിക്ക് എല്ലാവരും പോകുന്നു, നമുക്കും കുടുംബമായിട്ട് ജീവിക്കണം, അവിടെ പോയാൽ എല്ലാവരുമായിട്ട് ജീവിക്കാം, അതൊക്കെ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനോടുള്ളൊരു പേടി കാരണം ഞാൻ ചെയ്യാതിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓർത്തു, ഞാൻ പ്രാർത്ഥിക്കും, എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഈ കൃപാസന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഞാനിങ്ങനെ പ്രാർത്ഥനയും 3 മണിക്ക് വരെയൊക്കെ എണീറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ജപമാലയൊന്നും ചൊല്ലാൻ അറിയില്ല, എന്നാലും ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് പഠിച്ച് ഞാനിങ്ങനെ കുറച്ചൊക്കെ ചൊല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ടായി. എന്നോട് പരീക്ഷ ഹാളിൽ വെച്ച് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് മേഡം പറഞ്ഞു, നിനക്ക് എന്നെ എന്ത് പേര് വേണമെങ്കിലും വെച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു മുസ്ലിം പേര് പുള്ളിക്കാരി പറഞ്ഞു. പക്ഷേ ഞാൻ മറിയം എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു. പക്ഷേ എനിക്ക് ആ പരീക്ഷ കിട്ടിയില്ല. എനിക്കതിലൊരു സങ്കടവും തോന്നിയില്ല. കാരണം എനിക്ക് മാതാവിൻ്റേതായ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ അനുഭവവും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഏതായാലും കിട്ടിയില്ല. ഞാൻ അവിടുന്ന് എക്സിറ്റ് അടിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഇവിടെ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ എഴുതണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കണം. അങ്ങനെ ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി 2023 ഏപ്രിൽ 15 ഇവിടെ വന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം. അങ്ങനെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എടപ്പള്ളിയിൽ പോയി ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പോവും, പ്രാർത്ഥിക്കും. ഞാൻ ഒരു കണക്കിന് പറഞ്ഞാൽ പഠിക്കുന്നുണ്ടെങ്കിലും പഠിത്തത്തേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു കൊടുത്തിരുന്നത്. ഞാൻ സെപ്റ്റംബർ 2 ഞാൻ ഡേറ്റ് എടുത്തു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്തോ ഒരു അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഒരു അഹങ്കാരികളാണ്, പ്രാർത്ഥന നന്നായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ശരിക്കും അച്ഛൻ ഞങ്ങളെ ഒന്ന് ശരിക്കും ശാസിക്കുക ചെയ്ത് ഇതെനിക്ക് കിട്ടുമോ? പക്ഷെ ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലബിംഗ് സ്കോറാണ് കിട്ടിയത്. ക്ലബിംഗ് സ്കോർ കിട്ടിയപ്പോഴും ഞാൻ മാതാവിനോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന മാർക്ക് എനിക്ക് തന്ന് എനിക്കത് വിശ്വാസം വരുത്തണമെന്ന്. എനിക്ക് റീഡിംഗ് ഒന്നും ഒട്ടും അറിയത്തില്ല. ക്ലാസ്സിലെല്ലാ പിള്ളേരും പെട്ടെന്ന് ചെയ്താലും ഞാൻ അവിടെ ഇരുന്ന് പതുക്കെ ചെയ്യത്തുള്ളൂ. ഒരിക്കലും എനിക്ക് ഒരു ബി സ്കോർ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷേ ആ പരീക്ഷയ്ക്ക് എനിക്ക് ക്ലബിംഗ് സ്കോറിൻ്റെ കൂടെ ഈ റീഡിങ് ബി സ്കോർ തന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ മാതാവ് നന്നായിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന മുന്നോട്ട് തന്നെ. ഞാൻ പിന്നെയും ഒരു 15 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് എടുത്തു. എനിക്ക് ഒക്ടോബർ മാസത്തിൽ 14 ഉണ്ടായിരുന്നു, 28 ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു, 2ാമത്തെ എടുത്തോ, 2ാമത്തെ എളുപ്പമെന്ന്. പക്ഷേ ഞാൻ 28 എടുത്തില്ല, കാരണം എനിക്ക് ജപമാല റാലിക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് 28 മതി, 28 വേണ്ട, എനിക്ക് 14 മതി. ഞാനങ്ങനെ 14 എടുത്തു. 14-ാം തീയതി പരീക്ഷ എഴുതി. ഞാൻ 28-ാം തീയതി ഇവിടെ വന്ന് ജപമാല റാലി കൂടി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾക്ക് പിന്നെയും വല്ലതും വരുമോ? അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നോക്കണേ. പുള്ളി ഞാൻ എന്നിട്ട് പറഞ്ഞു, അവിടെ ഞങ്ങളുടെ കൂത്താളത്തുള്ള ഒരു പള്ളിയിൽ പോയി നിങ്ങൾ നോക്കാൻ പറഞ്ഞു. പുള്ളി അവിടെ പോയി നോക്കി, പക്ഷെ പുള്ളിക്ക് നോക്കാൻ അറിയത്തില്ല. പുള്ളി തുറന്നു വെച്ചിട്ട് മനസ്സിലാകാഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് UK സ്കോർ തന്നു. എനിക്കത് ഒരിക്കലും എൻ്റെ കഴിവിനാൽ ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ പഠിത്തത്തെക്കാളും പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
അപ്പം ഉറപ്പായിട്ടും മാതാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിവൊന്നുമല്ല, മാതാവ് നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ ഒത്തിരി ഒരു അനുഭവമായിരുന്നു എനിക്കത്. പിന്നെ ഉള്ളത് എനിക്ക് സൗദിയിൽ നിന്ന് വരുമ്പോഴേ ഭയങ്കര കാലുവേദനയായിരുന്നു. അപ്പം എടപ്പള്ളി കൊണ്ട് എന്നെ പഠിക്കാൻ അപ്പോൾ 10-15 മിനിറ്റ് എനിക്ക് നടന്ന് വേണം പോവാൻ. ഞാൻ എന്നും രാവിലെ പോകുമ്പോൾ ഭയങ്കര കരഞ്ഞോണ്ടാണ് പോകണേ, കാരണം ഒത്തിരി നടക്കുമ്പോൾ കാലുവേദന. ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എഴുതുകയും ചെയ്തു. ഞാൻ എന്നും തൈലവും തൂത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോകും. പക്ഷെ ആദ്യം 2-3 ദിവസമൊക്കെ വേദന ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ ഈ വേദന അങ്ങ് പോയി, ഞാൻ അറിഞ്ഞേയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ദൈവമേ എനിക്ക് വേദനയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതും എനിക്ക് ദൈവം നടത്തി തന്നു. പിന്നെ മാതാവ് പറഞ്ഞു, എനിക്ക് സൗദി വെച്ചൊരു എൻ്റെ റൂമിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ലീന ചേച്ചിയുടെ ഹസ്ബൻഡ് ഒത്തിരി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരു ദിവസം ചേച്ചി പറഞ്ഞു, ധന്യേ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് മേലാതായി, ഓർമ്മക്കുറവായി, ബോധമില്ലാതായി, അങ്ങനെ CT ചെയ്തപ്പോൾ വലിയ ഹെമറ്റോമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം, ചേച്ചി മാതാവിനോട് പ്രാർത്ഥിക്കണം, ഈ മാതാവ് നമ്മളെ കൈവിടത്തില്ല. ചേച്ചിയും പ്രാർത്ഥിച്ചു, ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ ചേച്ചി ഒരു പെട്ടെന്നുള്ളൊരു മിറാക്കിൾ, പെട്ടെന്ന് ആ ചേട്ടൻ ഒരു സർവൈവ് വരുമായിരുന്നു. ഇപ്പോൾ ആ ചേട്ടൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊരു ഓർമ്മക്കുറവുണ്ട്, അല്ലാതെ ആ ചേട്ടൻ പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഈശോയിലും മാതാവിലും എൻ്റെ ഒരു വളർച്ചയാണ്. ഞാൻ എന്നും ബൈബിൾ വായിക്കും. എനിക്ക് ബൈബിളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എടപ്പള്ളി പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു ബൈബിൾ തന്നു. ഞാൻ എല്ലാ ദിവസവും വായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ധനസഹായവും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അരി മേടിച്ചു കൊടുക്കും. പിന്നെ സൗദിയിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒന്നും പോയി ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വോളണ്ടറി സ്റ്റാഫായിട്ട് കൂത്താളത്തൊരു ഹോസ്പിറ്റലിൽ കയറി. അവിടെ എല്ലാ പേഷ്യൻസിനെയും എൻ്റെ സ്വന്തം ഒരാൾക്കാരെ പോലെ ഞാനൊന്ന് പരിപാലിക്കാൻ പറ്റി. എപ്പോഴും നമ്മളങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു പ്രേക്ഷിതം, ഇവിടെ കൃപാസനത്തിൽ പറഞ്ഞൊരു ഉടമ്പടി പ്രകാരമാലോ നോക്കുമ്പോൾ നമ്മൾ അത്രയും ഒരു ആത്മാർത്ഥത്തോടു കൂടി നമുക്കോട് കൊടുക്കാൻ പറ്റി. പിന്നെ ആരോടും എനിക്ക് കിട്ടുന്ന ഒരു അവസരമുണ്ടെങ്കിൽ ഞാൻ കൃപാസന മാതാവിനെയും ഈശോനെയും കുറിച്ച് പറയാതെ ഒരു അവസരവും ഇല്ല. ഞാൻ എപ്പോഴും പറയും, ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അമ്മയ്ക്കും ഇതെല്ലാ ദിവസവും എന്ത് വന്നാലും ഇത് കൊടുത്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ മരുന്നിലേക്ക് പോവാറുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ ഒരു കാര്യം, ഞാൻ മെയ് 7-ാം തീയതി ഞാൻ ലണ്ടന് പോവുകയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂവിന് ഒത്തിരി തടസ്സങ്ങൾ വന്നു. കാരണം ഇപ്പോൾ UK ഇൻ്റർവ്യൂ നിർത്തി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എന്നെ കൈവിടല്ലേ. പക്ഷേ എനിക്കറിയത്തില്ല, നേരത്തെ എപ്പോഴോ പറഞ്ഞൊരു ഇൻ്റർവ്യൂ എനിക്ക് പെട്ടെന്ന് കയറി വന്നു. അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ എന്നോട് 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എടുത്തു. ഇപ്പം പിന്നെയും ഇൻ്റർവ്യൂ ഹോൾഡായി. എനിക്കപ്പം മനസ്സിലായി, മാതാവിന് നമുക്ക് നല്ലതെന്നുള്ള സമയത്ത് മാതാവ് നമുക്ക് തന്നിരിക്കും. മാതാവിനോട് എന്ത് ഉടമ്പടി വെച്ചാലും അമ്മ നമുക്ക് തരും. പക്ഷേ അമ്മയ്ക്കറിയാം നമുക്ക് എപ്പോഴും അത് തരണേന്നുള്ള കാര്യം. അപ്പോൾ ആരും പേടിക്കണ്ട, എന്ത് ചോദിച്ചാലും മാതാവ് നിങ്ങൾക്ക് ഈശോ വഴി മേടിച്ചു തരും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് വിദേശത്ത് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ ആവശ്യത്തിലേറെ തവണ ഇപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു മെറിറ്റ് ഇല്ലായ്മയുമാണ് പരീക്ഷയിലേക്ക് പോകാതിരുന്നതെന്നുള്ളതാണ് ആദ്യം സാക്ഷ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു തോൽവി ഉണ്ടാകുമ്പോഴും വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം ഒരു വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരാളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയെന്നും ഉടമ്പടി എന്ന പ്രാർത്ഥന അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ സഹായിച്ചു എന്നുള്ളതുമാണ്. അപ്പം പിന്നീട് പരീക്ഷയ്ക്കൊരുങ്ങിയപ്പം പഠനത്തെക്കാൾ കൂടുതൽ ഞാൻ
പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന സെൻറ്റൻസ് നമ്മൾ തിരിച്ചിടുമ്പോൾ ഇങ്ങനെയാണ്. അതായത് ഞാൻ എൻ്റെ കഴിവിനേക്കാളും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഒരാൾ പറയുന്നതല്ല, ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കുറേ വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യത്തിൽ അവരെല്ലാവരെയും ഒരു ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം അവർ പറയുമ്പോൾ പല രീതിയിൽ അവർ പറയുമെങ്കിലും അപ്പം അങ്ങനൊരു ഉദ്യമത്തെ ദൈവം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം തങ്ങളുടെ പ്രാർത്ഥനയിൽ ലഭിച്ചു എന്നുള്ളതും അതിന് വ്യക്തിപരമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ഉടമ്പടി വസ്തുക്കളുമൊക്കെയും ഒരുപാട് ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ആദ്യം അത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ദൈവത്തെ വിളിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അതിന്. അപ്പം അങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ട് ദൈവം അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. എടയക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയാണ്. എൻ്റെ പേര് ജേക്കബ് വിൻസെൻറ്റ്. ഇതെൻ്റെ വൈഫ് ജിനി ജേക്കബ്. 2019 വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല ഡോക്ടർമാരെയും കണ്ടു, ചികിത്സിക്കുകയും ചെയ്തു. പിന്നെ ഒരു പ്രയോജനം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള സാമ്പത്തികമായ പല പ്രശ്നങ്ങളും, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും, ബന്ധങ്ങൾ അകലുകയും, അങ്ങനെ ആരും സംസാരിക്കാത്ത ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ്. സത്യത്തിൽ ഞാൻ മാതാവിനെ ഇതിൽ പോകുമ്പോൾ കയറി പ്രാർത്ഥിക്കുകയും പോവുകയും ചെയ്തു. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ്. പിന്നെ വൈഫ് പ്രാർത്ഥിക്കുമ്പോഴത്തെല്ലാം ഞാൻ കട്ടിലിൽ ഒതുങ്ങി മാറി നിന്നിട്ട് നീ പ്രാർത്ഥിച്ചോ, ഞാൻ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒതുങ്ങുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ മാതാവിനോടെപ്പോഴും ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ടാവും. എനിക്ക് എല്ലാ തടസ്സങ്ങളും ചില നേരത്ത് വരുമ്പോഴെല്ലാം മാതാവ് അത് കൃത്യസമയത്ത് അത് നടത്തി തരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരാറില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ മാതാവ് തന്ന ഒരനുഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞ്. 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആദ്യത്തെ 2019 ഫസ്റ്റ് പ്രഗ്നൻസി എൻ്റെ കുഞ്ഞ് അബോർഷനായിപ്പോയി. ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് മോളാർ പ്രഗ്നൻസി ആയിരുന്നു. മോളാർ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ നോക്കണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ നോക്കണ്ട, ചികിത്സിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു 1 വർഷത്തേക്ക് ചികിത്സയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ജിനിയുടെ എഗ്ഗിൻ്റെ സൈസ് വളരെ കുറവാണ്, നമുക്കൊന്നും കൂടി നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നേച്ച്. പക്ഷേ രാവിലെയും ഈവനിങ്ങിൻ്റെയും പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയില്ല, അത് ചൊല്ലിക്കൊണ്ടേ ഇരുന്നേച്ച്. പക്ഷേ ഞങ്ങൾ ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്കൊരു ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ചിലപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്കിത് സാധ്യമാകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വെക്കേഷന് വേണ്ടി ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇങ്ങനെ വരാറില്ലായിരുന്നു. ഒരു 3 വർഷം കഴിഞ്ഞ ശേഷമാണ് 2023 ഞങ്ങൾ നാട്ടിൽ വന്നത്, ജനുവരിയിൽ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ജനുവരി 24 വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്ത് തിരിച്ച് ഞങ്ങൾ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ തൈലം അടിവയറ്റിൽ വിശ്വാസ പ്രമാണവും ചൊല്ലുകയും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതുമാത്രമല്ല, കൂടെ ഞാൻ ഉപ്പും തൈലവും തേനും കൂടി ചേർത്ത്
വെള്ളത്തിൽ ചാലിച്ച് കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെസ്റ്റിൻ്റെ അവിടെ വളരെയധികം പ്രയാസമുണ്ട്. ഞാനത് ആരോടും പറഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ ഞാനത് യുക്കാലിസ്തായിലോ അല്ലെങ്കിൽ വിക്സ എന്തെങ്കിലും എടുത്ത് ഞാൻ പുരട്ടുമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉപ്പും തൈലോ തേനും കൂടി ചേർത്ത് കഴിച്ച ദിവസം ഞാൻ വൊമിറ്റ് ചെയ്ത്. അതിനുശേഷം എനിക്ക് നല്ല റിലീഫ് കിട്ടി. ഞാൻ വിചാരിച്ചു അമ്മമാതാവ് എന്നെ സഹായിച്ചതാണ്. അതിനുശേഷം നല്ല രീതിയിൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയായിരുന്നു. പിന്നീട് ഞാൻ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്ന് വെച്ച്. പക്ഷേ ഞങ്ങൾ മാതാവിനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ജോലിയുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുവിധം എന്താ പറയുക ഡൈവേഴ്സിൻ്റെ വക്കി വരെ എത്തിയെന്ന് പറയാം. അതിന് അത്രയും നല്ല പ്രശ്നങ്ങളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരുന്നേച്ച്. പക്ഷേ എന്നാലും ഞങ്ങൾ വിട്ടില്ല പരസ്പരം. അതിനുശേഷം മെയ് 6-ാം തീയതി എനിക്കെന്തോ സംശയം തോന്നി. ഇതുവരെ പീരീഡ്സ് ആവുന്നില്ലായിരുന്നു. മെയ് 6-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ മെയ് 10 ആയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് റിസൾട്ട് വാങ്ങി, വെളുപ്പിനെ പോയി. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് പോസിറ്റീവ്. അന്ന് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി ദൃഢപ്പെടുത്തി, ശക്തപ്പെടുത്തി. ആ സമയത്ത് മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് ഒന്നാമത്തെ കേസ് ഹൈ ലെവൽ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിനി ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്, നിൻ്റെ ഷുഗർ നന്നായി നീ കൺട്രോൾ ചെയ്യണം, നീ 3 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അതുപോലെ ക്ലെക്സൈൻ ഇഞ്ചക്ഷനോട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഡോസേജ് ഒന്നുമില്ലെങ്കിൽ കൂട്ടണമെന്ന് പറഞ്ഞു ഷുഗറിൻ്റെ. അപ്പോൾ 3 നേരം ഞാൻ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് 36, 32, 34 വെച്ചിട്ടാണ് ഹൈ ഷുഗറിൻ്റെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അത് കുറക്കാൻ എന്നെക്കൊണ്ട് ഞാൻ ശ്രമിക്കും തോറും സാധാരണ കുറയും കൂടും, അങ്ങനെയാണ്. ഞാൻ ഈ പ്രഗ്നൻസി ആയ സമയത്ത് പോലും ഹൈ ലെവൽ ഷുഗറിൻ്റെ ലെവലിലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത് തന്നെ. ഹൈ ലെവൽ ഷുഗറിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കുഞ്ഞിനും ഷുഗർ ഉണ്ടാകും, നിനക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുഞ്ഞിനും ഷുഗർ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനെ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായത് ഫസ്റ്റ് സ്കാനിങ്ങിലായിരുന്നു. എൻ്റെ ആദ്യത്തെ 2019 കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിനും ഹാർട്ട് ബീറ്റ് ഉണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ടൈമിൽ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. ആ സമയത്ത് ഞാൻ എല്ലാ സ്കാനിങ്ങിനും പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് അടിവയറ്റിൽ വരച്ച് വിശ്വാസ പ്രമാണം, പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ പോകുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെക്കൊണ്ട് എല്ലാ സ്കാനിങ്ങും ചെയ്യിപ്പിച്ചായിരുന്നു. NIPT സ്കാനിങ് വരെ എന്നെക്കൊണ്ട് ചെയ്യിച്ചു. നിനക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് കൂടുതലായതുകൊണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഷുഗറുള്ള പേഷ്യൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വൈകല്യം അല്ലെങ്കിൽ സിൻഡ്രോംസ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്നാലും ഇൻസുലിനും ക്ലെക്സൈൻ ഇഞ്ചക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടേ ഇരുന്നേച്ചി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോർമൽ പ്രഗ്നൻസി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, സിസേറിയൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാടി കയറ്റിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളച്ച് വെച്ച് കുത്തുമെന്ന് ഇഞ്ചക്ഷൻ. പക്ഷേ എനിക്ക് എന്തോ ധൈര്യം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നേച്ചി. ലേബർ റൂമിൽ കയറ്റിയപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരുന്നേച്ചി. അത് കഴിഞ്ഞിട്ട് മടക്കി വെച്ച് കുത്തിയപ്പോഴും എനിക്കധികം വേദനയൊന്നും അറിഞ്ഞില്ല. എൻ്റെ കൂടെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു. അതായിരുന്നു. അതിനുശേഷം 3 ദിവസം കൊച്ചിനെ, എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കൊച്ചിനെ എടുത്ത് അവർ 3 ദിവസം NICUവിൽ കിടത്തിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെക്ക് ചെയ്യണം കുഞ്ഞിന് ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. ഞങ്ങളുടെ ഏപ്രിൽ 28-ാം തീയതി ആയിരുന്നു കുഞ്ഞിൻ്റെ ബാപ്റ്റിസം നടത്തിയത്. കുഞ്ഞിൻ്റെ പേര് ഏഞ്ചലീന ജേക്കബ് എന്നായിരുന്നു ഇട്ടത്. പിന്നെ ഞങ്ങൾക്ക് ഇതിനു മുമ്പായിട്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴിയായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കണേക്കാൾ മുമ്പ് 2021 എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് ഫ്രാക്ചറായിട്ടുണ്ടായി, ലിഗ്മെൻറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ
ബെഡിൽ ഇരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടേ ഇരുന്നേച്ച്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞ് ലിഗ്മെൻറ്റ് ഫ്രാക്ചറായ ഒരു ചെക്കൻ്റെ കാല് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ധ്യാനത്തിൽ വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഞങ്ങളുടെ തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കാലിൽ സർജറിന് ശേഷം നീര് പറ്റുന്നുണ്ടായിരുന്നില്ല, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വളരെ ഡിലേ ആയിരുന്നു. അത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് കാണിച്ചത്. ഞങ്ങളത് പ്രാർത്ഥിച്ചത് തന്നെ കുറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് മുട്ടുകുത്താൻ പറ്റൂലായിരുന്നു. മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി എല്ലാം കഴിഞ്ഞ് സുഖം പ്രാപിച്ചു. പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത് പ്രശ്നമാണ്. അതെല്ലാം പ്രശ്നം മാതാവ് സോൾവ് ആക്കി തന്നു. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് പത്രം വിതരണം ചെയ്യുക എന്നാണ്. പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാൻ പറ്റുക, അല്ലാതെ നമുക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ചാരിറ്റിക്ക് പൈസ കൊടുക്കുക, ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എനിക്ക് മാതാവ് 2 അടയാളം കാണിച്ചു തന്നു. മാതാവ് പൂർണ്ണ ഗർഭിണിയായിട്ട് വന്നു നിന്നതും പിന്നെ ഒരു പെൺകുഞ്ഞിനെ മാതാവ് എനിക്കിതാണ് 2 അടയാളമായിട്ട് മാതാവ് എനിക്ക് കാണിച്ചു തന്നത്. എല്ലാം തന്ന് അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഒരു 4 വർഷത്തിന് ശേഷം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിരിക്കെ തന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ഇവർ സ്നേഹത്തിലും അനുരഞ്ജനത്തിലേക്ക് തിരികെ എത്താനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം മകള് ഇദ്ദേഹം പറയുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പരസ്പരം പിരിയണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഉടമ്പടി ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നൊരു ജീവിതം നയിക്കാൻ ഇവർ തീരുമാനമെടുത്തപ്പം ഇവരെ ആശീർവദിക്കുവാനായിട്ട് ദൈവവും തീരുമാനമെടുത്തു എന്നൊരു രീതിയിലാണ് ഈ സാക്ഷ്യത്തെ നമ്മൾ പ്രാർത്ഥനയിൽ നോക്കിക്കാണുന്നത്. ഒപ്പം വ്യക്തിപരമായി ലഭിച്ച സൗഖ്യങ്ങളും അനുഭവങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിലൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം, അവസാനം മാതാവ് ഒരു സാന്നിധ്യമായിട്ട് നേരത്തെ തന്നെ ഒരു കുഞ്ഞിനെ കാണിച്ചു തന്നു എന്നപ്പോൾ അത്രയും ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമുണ്ട്. വിശ്വാസം ജീവിക്കുന്നവർക്ക് ഒരിക്കലും കലഹവും വിദ്വേഷവും പാടില്ല എന്നുള്ളത് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, അപ്പോൾ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് ഒരു കുടുംബം വരാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. രണ്ടാമത്തേത് ഒരുപക്ഷെ ആ അത്ഭുതത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ആശീർവാദം പോലെ ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും ഇവിടെ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് എബിൻ, ഇതെൻ്റെ വൈഫ് നീനു. 2022 സെപ്റ്റംബർ മാസമാണ് ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഞാനിതിലൊരു വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. ഇവളിങ്ങനെ നേരത്തെ തൊട്ട് എന്നോട് പറയുമായിരുന്നു ഇതുപോലെ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് എല്ലാവരും എന്നോട്, എൻ്റെ പെങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിനോട് അങ്ങനെ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാനും പറയുമായിരുന്നു. ഞാൻ സിവിൽ കഴിഞ്ഞിട്ട് നാട്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ UK പോകാൻ വേണ്ടി ഞങ്ങൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തൊരു 6 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം ഇതായിട്ട് പോകാൻ തുടങ്ങി, വലിയ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവളുടെ ഒരു പേപ്പറിന് ഡിലേ വന്നു. ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പേപ്പർ ബ്ലെസ് ചെയ്തൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പേപ്പറും വരാനുള്ള ക്യാഷ് ലെറ്റർ വന്നു. ആദ്യം വൈഫാണ് പോയത്, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവക്ക് ഒരു അക്കോമഡേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ശരിക്ക് ഈശോ ഞങ്ങളെ കൈവെള്ളയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ ചെല്ലുന്നവർക്കറിയാം, ഇപ്പോൾ UK ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ലാംഗ്വേജിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചെന്ന സമയത്ത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ വീടിനടുത്ത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം 1-2 സ്ഥലത്ത് ഞാൻ പോയി അപ്ലൈ ചെയ്ത് ഒരിടത്ത് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. സാധാരണ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കാമെന്നാണ് പറയുന്നത്. അപ്പം തന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടി, അവിടെ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ശരിക്കും സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവള് വൈഫും ഞാൻ ഡിപ്പെൻഡൻ്റുമായിട്ടാണ് പോയത്. അപ്പോൾ ശരിക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരാണെങ്കിൽ തന്നെ അവിടെ ഒരു വിസയ്ക്കാണല്ലോ പോകുന്നത്. അപ്പം
ഞാൻ അവിടെ കയറി കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചു. വിസ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വിസ എന്താണെന്ന് പോലും അറിയത്തില്ല, അവർക്ക് സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു 6 മാസം കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും നോക്കാം, കാരണം ഇത്രയും കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിസയ്ക്കാണല്ലോ. അപ്പം 6 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർ ഞങ്ങളോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഈ വിസ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഞങ്ങളെ എന്താണെന്ന് അറിയത്തില്ല, വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്തു. ഇങ്ങോട്ട് ചോദിച്ചു. അതിന് മുന്നേ എനിക്ക് ഞങ്ങളുടെ കൃപാസനത്തിലെ എല്ലാം വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ ജോലിക്ക് പോകുന്ന എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ പോകുമ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പ്രതിഷേധന പ്രാർത്ഥന അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം ഇവൾ എൻ്റെ ഉപ്പ് വന്നിട്ട് പറഞ്ഞു അത് അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അത് മാനേജറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നേ കൊണ്ട് വെച്ചു. ഒരു ദിവസം ഉപ്പ് കൊണ്ട് വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്കിടയിൽ ഇവരെന്നെ ഓഫീസറോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് കിട്ടിയ ലൈസൻസിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് വിസ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്, അവിടെ ഉള്ളവർക്ക് വിസ കൊടുക്കാം, പുറത്തുനിന്ന് പറ്റത്തില്ല എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു കിട്ടത്തില്ലായിരിക്കും, വേറെ എവിടെയെങ്കിലും നോക്കണമായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ പല ഏജൻസിയായിട്ട് പൈസ കൊടുത്ത് തന്നെ വിസ എടുക്കാമെന്നുള്ള രീതിയിൽ ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. പൈസ 10, 15, 20 ലക്ഷം രൂപയ്ക്ക് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു ശരിക്കും ഞാനും മാത്രമേ ഇവിടെ മലയാളി ഉണ്ടായിരുന്നു, ഇവർക്ക് വിസ എന്താണെന്ന് പോലും അറിയത്തില്ല. ഇവർ പറഞ്ഞു ഇവർക്ക് വിസ കിട്ടിയിട്ടുണ്ട്, അതിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അവർക്ക് ലൈസൻസ് കിട്ടിയത്, ഒരാൾക്ക് വിസ കൊടുക്കാമെന്നുള്ള രീതിയിലാണ്, അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിസ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ആദ്യം 1 വർഷത്തെ, അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് 1 വർഷത്തെ വിസയാണ് അവർ ശരിക്കും ചെയ്തത്. ഞങ്ങളത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് 3 വർഷത്തെ വിസയാക്കി കിട്ടി. അതുപോലെ സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നു, ഇവളിപ്പോൾ ഡിപ്പെൻഡൻ്റ് വിസയിലോട്ട് മാറി, എനിക്കവിടെ വർക്ക് വിസയായി. അങ്ങനെ ദൈവം ഒത്തിരി ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ചു. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാനിവിടെ പള്ളിയിൽ കൊയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന ആളാണ്, പള്ളിയിൽ പാട്ടൊക്കെ അത്യാവശ്യം ഒക്കെ പാടി നിന്ന ആളാണ്. അന്നേരം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പള്ളി പോകാതിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞായറാഴ്ച ഒരു ദിവസം ഞാൻ 12 മണിക്കൂർ 6 ദിവസം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ തിങ്കൾ തൊട്ട് ശനി വരെ ജോലി ചെയ്താൽ എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം തരാമോ, ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പം ആദ്യത്തെ മാനേജർ പുള്ളിയോട് പറഞ്ഞു, അപ്പോൾ ഓൾറെഡി വിസ അപ്ലൈ ചെയ്തേക്കുമായിരുന്നു, അപ്പോൾ പുള്ളിയോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ജോലി നോക്കിക്കോ, ഇവിടുന്ന് പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ജോലി ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ ജോലിയാണല്ലോ ആവശ്യം, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ അതുപോലെ ഞങ്ങൾ വീട്ടിലാണെന്ന് പറഞ്ഞാൽ വേറെ അങ്ങനത്തെ ഒരു ഇതിലൊന്നും പോകുന്നില്ല ഞായറാഴ്ച. അപ്പം ഞായറാഴ്ച എന്നാൽ പിന്നെ ജോലിക്ക് പോയേക്കാം അന്ന് ഓർത്ത് അങ്ങനെ ഇന്നപ്പോഴാണ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ, ഒത്തിരി ഒന്നും പോയില്ല, ഞാൻ ഒരു 2-3 ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ മാനേജർ തന്നെ അവിടെ നിന്ന് മാറിപ്പോയി, അവിടുത്തെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആൾ തന്നെ ഇവിടെ മാനേജർ പോസ്റ്റിലോട്ട് വന്നി. പുള്ളിക്കാരി ആദ്യം എന്നോട് ചോദിച്ചത് എബിന് ഞായറാഴ്ച ഓഫ് വേണ്ടതെന്ന് ചോദിച്ചേ. അപ്പം ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം UK എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരു കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എബിൻ്റെ വൈഫിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, നിങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഒരേ ഷിഫ്റ്റിൽ ഒരേ ദിവസം ഒരുമിച്ച് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഞങ്ങളവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ വീടും സാഹചര്യങ്ങളൊക്കെ ഒരു കട്ടിങ്ങിൻ്റെ താഴെ, അപ്പം ചെറുപ്പം തൊട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ലൊരു നിരപ്പിലൊരു സ്ഥലം വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് 30 സെൻറ്റ് സ്ഥലം നല്ലൊരു പ്ലോട്ടിൽ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ 10-20 വർഷമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളമൊന്നുമില്ലായിരുന്നു, വേറെ സ്ഥലത്തുനിന്ന് വെള്ളം എടുക്കുന്നതും വെള്ളം ഇതാകുന്നതും. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നിട്ടിപ്പോൾ 2 ആഴ്ചയായി. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴലടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അവിടെ 1000-ലൊക്കെ താഴണം കുഴൽ കിണർ വെള്ളം കിട്ടണമെങ്കിൽ ആ ഒരു ഏരിയയാണ്. അവിടെ 175 അടിക്കുക തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 700 വരെ താത്തു ഞങ്ങൾക്ക് നല്ല വെള്ളമുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ ഓർക്കും. ഇപ്പം ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ക്രമീകരിച്ച് തരുന്നുണ്ട്. എല്ലാം മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ പള്ളിയിൽ പോകാനും അതൊക്കെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട്, കാരണം അവിടെ 6 മാസം ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതൊരു ദിവസം കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തിങ്ങനെ ഞാൻ ഓർത്തിന് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു മലയാളം കുർബാന കൂടാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെ ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് വീട് കിട്ടിയത്, കാരണം ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പം ഒരച്ഛൻ വന്നു, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അച്ഛൻ വന്നു, വണ്ടി തുറന്നിറങ്ങി. അപ്പം മലയാളി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം അതെനിക്ക് ആദ്യം മനസ്സിലായില്ല. അച്ഛൻ ആലപ്പുഴ, അച്ഛൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. അച്ഛൻ അവിടെ ഒരു ഇടവകയിലിട്ട് വന്നിട്ടൊരു 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനവിടെ ഒരു പുതിയൊരു ഇടവകയൊക്കെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു.
അപ്പം എന്നോട് പറഞ്ഞു ഇതുപോലെ, ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനിവിടെ നാട്ടിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു, കൊയറിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് ഞായറാഴ്ച തൊട്ട് പള്ളിയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളിവിടുന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ബസ്സിന് ശരിക്കും. അപ്പം ഞങ്ങൾ അന്നത്തെ ആഴ്ച തൊട്ട് പള്ളിയിൽ അവിടെ പോയി. ഇപ്പം വൈഫ് അവിടെ വേദപാഠം, അവിടെ ഇപ്പം ഇടവകയുണ്ട്, യൂണിറ്റുകളുണ്ട്, വേദപാഠമുണ്ട്. ഇപ്പോൾ വൈഫ് വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ കൊയറിലുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം ആത്മീയമായിട്ടാണെന്ന് പറഞ്ഞാലും നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ദൈവം ക്രമീകരിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഈ ഒരു ദമ്പതികൾ നമുക്ക് മുൻപിൽ അവരുടെ അനുഭവിച്ചൊരു ദൈവാനുഭവത്തിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. ഇപ്പം ഒരു മാതാവിൻ്റെ ഇടപെടലാണോ എന്നറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പുതിയതായിട്ട് കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവരിലൂടെ ഒരുപാട് പേരെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിവാഹം എന്ന കൂദാശയും വിവാഹം എന്നൊരു കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥന മുടക്കാത്ത ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, ക്രിസ്തു വിശ്വാസികളായ കുടുംബങ്ങൾ ഉണ്ടെന്നൊരു പക്ഷേ മാതാവ് ലോകത്തിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും വരുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഇങ്ങനെ ഇതുപോലെ പുത്തൻ തലമുറയിലെ കുടുംബങ്ങളാണ്. നേരെ പ്രത്യേകിച്ച് അതിന് വ്യക്തമായിട്ടുള്ള അനുഭവം ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ഇനിഷ്യൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിച്ചപ്പം അത് ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിശ്വാസം ഉള്ള ആൾ, വിശ്വാസം ഇല്ലാത്ത ആളോ അല്ലെ അവിശ്വാസം തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ്. ആ ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ് ഉടമ്പടി കേറ്റർ ചെയ്യുന്നതും അവിടെ ഒരു അനുഭവം തരുന്നത്. പക്ഷേ ഒരു കാര്യം, ഒരു തുറവിയുള്ളൊരു മനസ്സും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ടുള്ളൊരു തുറന്ന മനസ്സും ഉണ്ടെങ്കിൽ അവരൊക്കെയും അനുഭവത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അത് വ്യക്തമായിട്ട് പറയാനായിട്ട് ഒരു കുടുംബം തന്നെ നമ്മുടെ മുൻപിൽ വന്ന് നിന്നതും ഈ സാക്ഷ്യം പറയും. ഇത് ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനമായി തീരട്ടെ എന്നും ഒപ്പം ഉടമ്പടിയിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് അപ്പോൾ ദൈവം തന്നെ എല്ലാം ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞത്, ഞായറാഴ്ച ഒരു ദിവസം ദേവാലയത്തിൽ പോകണമെന്നൊരാഗ്രഹം ആദ്യത്തെ ആൾ റിജക്റ്റ് ചെയ്തിട്ട് മാതാവ് തന്നെ ഇടപെട്ടു എന്ന രീതിയിൽ അടുത്ത ആൾ വന്ന് ഇങ്ങോട്ടാണ് ഓഫർ ചെയ്യുന്നത്. അപ്പം പറയുന്ന കാര്യങ്ങൾ ചെറുതല്ല. പക്ഷെ നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റുമ്പോൾ ദൈവം അതിനുവേണ്ടി പല വ്യക്തികളെയും സ്ഥാനങ്ങളെയും നിയമങ്ങളെയും പോലും മാറ്റുമെന്നുള്ളതാണ് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കും വ്യക്തമാണ്. നേരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ ആ ബോധ്യത്തിനും ഒപ്പം മറ്റു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജാൻസി. ഞാൻ താമരശ്ശേരി രൂപതയിലെ ഈങ്ങാപ്പുഴ സെൻറ്റ് വിൻസെൻ്റ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ചെറിയാൻ. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. 2019 മെയ് 22-നാണ് ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് കലങ്ങിയ വെള്ളം പോലെയായിരുന്നു. ഒന്നുമില്ല കയ്യിൽ, എങ്ങനെ മുന്നോട്ട് പോകും ഒരു നിശ്ചയവുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചി കൃപാസനത്തിൻ്റെ പത്രം അവിടെ കൊണ്ടുവന്നിടാൻ ഇടയായത്. ഞങ്ങൾ സാധാരണ പത്രം നോക്കുന്നത് പോലെ രണ്ടുപേരും എടുത്ത് നോക്കി. എന്നിട്ട് പരസ്പരം ചോദിച്ചു, എന്താണ് ഈ ഉടമ്പടി എടുത്താൽ ഉടനടി മറുപടി എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2 മക്കളും നഴ്സുമാരാണ്. അവർ രണ്ടുപേരും ഇസ്രായേലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങൾക്കറിയാം, കെയർ ടേക്കറായി വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുകൊണ്ടും പ്രശ്നങ്ങൾ വരും. ഇളയ മകൾ നോക്കുന്ന ആൾക്ക് തന്നെ 110 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ചെന്നാൽ വളരെ നല്ലത്, എന്നാൽ ഇളയ മകൾ താമസിക്കുന്നിടത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. മൂത്ത മകൾക്ക് നേരെ തിരിച്ചുമായിരുന്നു. അത്യാവശ്യം സ്നേഹമുള്ള കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ, ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാനിടയായി. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്, ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിവരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2 പേരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു.
അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, അതെന്താണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്? അവർ ലാംഗ്വേജ് പഠിച്ചാൽ അവരെ ജർമ്മനിക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ. ആ സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മോളെ മൂത്ത മോളെ വിളിച്ചപ്പോൾ ലൈനിൽ കിട്ടിയില്ല. ഇളയ മോൾ പെട്ടെന്ന് ലൈനിൽ വന്നു. അവളോട് സിസ്റ്റർ പറഞ്ഞു, ഒന്നും മടിക്കണ്ട, നീ അവിടെ നിന്ന് നിർത്തിപ്പോരെ, ജർമ്മനിയിൽ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. അങ്ങനെ എൻ്റെ മോൾ കിട്ടിയ ചാൻസിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലെത്തി. ഉടനെ തന്നെ വന്നിട്ട് ഒട്ടും സമയം കളയാതെ അവൾ ഗൊയ്ത്തയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോഴവളോട് കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, ഈ ആലപ്പുഴയിൽ വന്നാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്ന്. അങ്ങനെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി ഒരു കാര്യം ചെയ്യണം, എന്നെ ഗൊയ്ത്തയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയാക്കിയതിന് ശേഷം വേഗം വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ എന്നെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് താമരശ്ശേരിയിൽ നിന്നും ഒരു ബസ്സിൽ കയറ്റി വിടുകയാണ്. ഡ്രൈവറോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനത്തിലൊന്ന് ഇറക്കി വിടണമെന്ന്. അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു എൻ്റെ ഭർത്താവ്. 2019 മെയ് 22 ഞാനിവിടെ വന്നപ്പോൾ ആ സമയം തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിൽ കയറി ചെന്നു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് മദ്യപാനം പൂർണ്ണമായി മാറ്റിക്കിട്ടുവാൻ എൻ്റെ പരിശുദ്ധ അമ്മ സഹായിച്ചു. അതിനുള്ള തെളിവാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നീട് എൻ്റെ മോൾ ഒന്നാമത്തെ നിയോഗമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. A1 A2 B1 ലെവൽ വളരെ സ്മൂത്തായി കയറിപ്പോയി. എന്നാൽ B2 വന്നപ്പോൾ ഒരു ദിവസം രാവിലെ എക്സാം, അന്നേരത്തേക്കും കൊറോണ വന്നു. ആകെ ഭീതിയിലായി. എക്സാം സെൻറ്ററുകളൊക്കെ അടച്ചു. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളോട് അന്ന് രാത്രിയിൽ പറഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ പതിവിന് വിപരീതമായി മോൾ ഇറങ്ങി ഓടി വന്നിട്ട് പറയുകയാണ്, മമ്മി റിസൾട്ട് വന്നു, പക്ഷേ 2 തോറ്റു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന തിരക്കിൽ എന്നെ കളിപ്പിക്കായിരിക്കുന്നു എന്ന് വിചാരിച്ചു. കാരണം ഒരിടത്തും എൻ്റെ മക്കൾ തോറ്റിട്ടില്ലായിരുന്നു. പക്ഷേ മോൾ തറപ്പിച്ച് പറഞ്ഞു, മമ്മി രാത്രി ആയതുകൊണ്ടാണ് നിങ്ങളോട് വിവരം പറയാഞ്ഞത്, ഞാൻ തോറ്റു 2 വിഷയത്തിന്. അത് സാരമില്ല മോളെ, അമ്മ ഏറ്റെടുത്ത കേസല്ലേ. ജോസഫച്ചൻ എപ്പോഴും പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ എവിടെയാണ് ഇനി സെൻറ്റർ കിട്ടുക? ഓൺലൈനിലാണ് പരീക്ഷ കേന്ദ്രങ്ങൾ ലഭിക്കാനുള്ള സെൻറ്റർ കിട്ടുകയുള്ളൂ. എവിടെയാണെന്ന് വെച്ചാൽ മോൻ അന്വേഷിച്ചോളൂ, കണ്ടുപിടിച്ചോളൂ എന്ന്. ഉടനെ തന്നെ ഒരിക്കൽ പോലും ഞങ്ങൾ പരിശുദ്ധ കുർബാന മുടക്കാനോ ബൈബിൾ വായന നിർത്താനോ അതുപോലെ സന്ധ്യാപ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഞങ്ങൾ ട്രെയിനിൽ വെച്ച്, ബസ്സിൽ വെച്ച്, ബാംഗ്ലൂരുള്ള ടോയ്ലറ്റിൻ്റെ സൈഡിൽ വെച്ചൊക്കെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നപ്പോൾ മോളുടെ SLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സമയമാണ്. മോളുടെ 2 വിഷയം പോയി കിടക്കുകയാണ്. സർട്ടിഫിക്കറ്റ് +2 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇല്ലാതെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ എത്തും? അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ അവിടെയുള്ള ഒരു ലോക്കൽ നേതാവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ആ സമയത്താണ് നമ്മുടെ അവിടെ ജലപ്രളയം. പെട്ടെന്ന് പറഞ്ഞു, മോളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നഷ്ടപ്പെട്ടു, പത്രപരസ്യം കൊടുത്തോളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വളരെ ക്രോസായ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ആ തിരുവനന്തപുരത്തേക്ക് അത് പെട്ടെന്ന് ബന്ധപ്പെടുവാനും അവിടെ നിന്ന് എക്സാം സ്ഥലത്ത് അത് പാസ്സാക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ച് ലഭിക്കുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുവാനും ഇടയായി. അങ്ങനെ എൻ്റെ മോളെ 2ാമത് പരീക്ഷ കൊച്ചിയിൽ സെൻറ്റർ എടുത്തു. ഉടനെ തന്നെ ഡൽഹിയിലും സെൻറ്റർ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ പറയുമായിരുന്നു, നിങ്ങൾ എന്തിനു പേടിക്കണം, നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തെ ഇരുത്തുന്നില്ലല്ലോ, ഭൂമിയിലൂടെ നടത്തുകയല്ലേ എന്ന്. ഒരിക്കൽ പോലും ഞങ്ങൾ ജോസഫച്ചൻ്റെ ടോക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ മുടക്കുകയില്ലായിരുന്നു. ഓൺലൈനിൽ നിരന്തരമായി ഞങ്ങൾ അച്ഛനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നാലും ജോമോളുടെ സാന്നിധ്യത്തിൽ ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ കയറി 60 സാക്ഷ്യം എന്നുള്ള സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോള് ജർമ്മനിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നു, 1ാമത്തെ ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല, 2ാമത്തെ ഫ്ലൈറ്റ്. അങ്ങനെ V2 കൊച്ചിയിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്നേരം അച്ഛൻ്റെ ടോക്ക് കണ്ടിട്ട്, അതായത് പരീക്ഷയിലുള്ള വിജയം ലഭിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി എൻ്റെ മോൾ ഇനി തോൽക്കില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന ഓൺലൈനിൽ നടത്തിക്കൊണ്ട് എക്സാം സെൻറ്ററിൽ പോയി ചിരിച്ചുകൊണ്ടാണ് എൻ്റെ മകൾ തിരിച്ചു വന്നത്. എളുപ്പമായിരുന്നു. എന്നാലും അവൾക്ക് ഒരു അവിശ്വാസം. അതുകൊണ്ട് അവൾ ഡൽഹിയിലും സീറ്റ് എടുത്തു.
പരീക്ഷയ്ക്ക് സെൻറ്റർ എടുത്തു. അപ്പോൾ ഞങ്ങൾ ചില സമയത്ത് നമ്മൾ ദൈവത്തോട് അഭിപ്രായം ചോദിക്കണം. ഞങ്ങൾ നറുക്കിട്ടു, യെസ് ഓർ നോ, ഡൽഹിയിൽ പോകണ്ട എന്നാണ് കിട്ടിയത്. എന്നാലും ചിലപ്പോഴൊക്കെ അവിശ്വാസം മകളെ മുറുകെ പിടിക്കുന്നതിനാൽ അവൾ വീണ്ടും ഡൽഹിക്ക് പോയി. ആദ്യം കൊച്ചിയിലെ റിസൾട്ട് വന്നു. ദേവമാതാവിൻ്റെ സന്നിധിയിൽ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് റിസൾട്ട് തുടർന്നത്. അവൾ മുകളിലേക്ക് ഓടി, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും പുറകെ ഓടി, തോറ്റാൽ വല്ല അവിവേകവും കാണിക്കുമോ എന്ന്. അങ്ങനെ എൻ്റെ മോള് B2 എക്സാം ജയിച്ചു. ഡൽഹിയിൽ എഴുതിയ 2 സബ്ജക്റ്റും തോൽക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ അത്രയും ഉപകാരം ചെയ്തു. എൻ്റെ രണ്ടാമത്തെ മോളും ഇതുപോലെ തന്നെ. അവളും ഓൺലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അവൾക്കും ഇതുപോലെ തന്നെ ലാസ്റ്റ് വന്നപ്പോൾ 2 പോയി. പക്ഷേ ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട, പക്ഷേ സെൻറ്റർ കിട്ടാൻ ഒരു നിവൃത്തിയുമില്ല. കൈക്കുഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞ കൈക്കുഞ്ഞിനെ കണ്ട് അവൾ കൽക്കട്ടയിൽ പോയി സെൻറ്റർ എടുത്തു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ കിട്ടും, കാരണം മാതാവ് എനിക്ക് ദർശനത്തിലൂടെ പറഞ്ഞു തരുമായിരുന്നു ഉറപ്പായിട്ടും ലഭിക്കുമെന്ന്. അങ്ങനെ എൻ്റെ മോളും ജർമ്മനിയിൽ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സായി കുടുംബവും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾക്കും വലിയൊരു അത്ഭുതം അവിടെ കാണാൻ സാധിച്ച ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ 2 മക്കളോടും കൂടെ ജർമ്മനിയിൽ താമസിക്കാൻ പറ്റി. എൻ്റെ മൂത്ത മകൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ അവളെ എതിരേൽക്കാൻ പറ്റി, അവളെ താമസ സ്ഥലത്ത് കൊണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയോടെ കഴിഞ്ഞ ദിവസം അവരുടെ ഫാമിലിക്ക് പോകാൻ കുറച്ച് തടസ്സം. അപ്പോൾ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ മോളുടെ ഏപ്രിൽ 16 വരെയാണ് മോക്ക് വിസ അടിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നടന്നാൽ 1 വർഷമാകാൻ പോകുന്നു. ഏപ്രിൽ 28 മോൾ അവിടെ ചെന്നിട്ട് 6 മാസം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെയും ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോക്ക് ഭയങ്കര സങ്കടമാണ്. എന്ന് വിളിക്കുമ്പോൾ പറയും, മമ്മി എനിക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് 3 മാസം കൊണ്ട് എൻ്റെ മോൾ, അതും ഞാൻ പറയാൻ മറന്നു, എൻ്റെ മോൾ 3 മാസം കൊണ്ട് അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സായി അവിടുത്തെ പരീക്ഷ പാസ്സാകുവാനും അവിടുത്തെ പെർമനൻറ്റ് സ്റ്റാഫാകുവാനും പറ്റി. എന്നാൽ വിസയിൽ 6 മാസം എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഫാമിലിയെ ഉടനെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഏപ്രിൽ 16 വിസ അവസാനിക്കാനിരിക്കെ എൻ്റെ മകളുടെ ഭർത്താവിനും 2 മക്കൾക്കും ഈസ്റ്ററിന് മുമ്പ് ദുഃഖ ശനിയാഴ്ച വിസ വരികയും അവർ ഈസ്റ്റർ ഒന്നിച്ച് ആഘോഷിക്കുവാൻ ദൈവമിടയാക്കി. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, MM മണി ഇടപെട്ട് റോഷി അഗസ്റ്റിനും കൂടെ പഞ്ചായത്ത് നിന്നിട്ട് ഒരു സ്ഥലത്തിന് 3 ഏക്കറിന് 37 ലക്ഷം കിട്ടിയ ഒരു സാക്ഷ്യവും അതെൻ്റെ അനിയത്തിയാണ്. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചതാണ്. അതും എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. എൻ്റെ കൊച്ചുമകൻ അവിടെ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലെ സ്കൂളിൽ വെറും 2 ആഴ്ച കൊണ്ട് എൻ്റെ കൊച്ചുമകൻ അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ അടുത്ത അക്കാദമിക് ഇയറിലേക്ക് അവന് സെപ്റ്റംബറിൽ കയറുവാനും സാധിച്ചു. കാരുണ്യപ്രവൃത്തി ലോകത്തിൽ വഴിയിൽ കാണുന്നവർക്ക് വേണ്ടി എന്തൊക്കെ സഹായം ഞാൻ ചെയ്യണമോ, റോഡിൽ പണിയുന്ന അന്യസംസ്ഥാനക്കാരാകട്ടെ, വഴിയിൽ കണ്ടുമുട്ടുന്നവരാകട്ടെ, കാരുണ്യപ്രവൃത്തി ചെയ്യാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി വീട് വിടാന്തരം കയറി ഇറങ്ങി ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലുമൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കോളേജ് പരിസരത്ത് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മടി. ഏതെങ്കിലും ആൺകുട്ടി മേടിക്കാമെന്ന് വെച്ചാൽ പെൺകുട്ടി സമ്മതിക്കില്ല, പെൺകുട്ടി മേടിക്കാമെന്ന് വെച്ചാൽ ആൺകുട്ടി സമ്മതിക്കില്ല. പത്രം കണ്ട് കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെന്തോ സഹായം ചോദിക്കാൻ ചെല്ലുകയെന്ന് ഓർത്തുകൊണ്ട് വേഗം ചില്ല് പൊക്കിയിടും. അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്നാലും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയായിട്ട് ഇപ്പോഴും ഞങ്ങളെ പിടികൂടാതെ ഞങ്ങളുടെ വീടുകളിൽ നിൽക്കുകയാണ്. എൻ്റെ ബ്രദറും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവൻ്റെ കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകള് ജർമ്മൻ പാസ്സായത് എൻ്റെ ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ കാശുരൂപം കൊടുത്ത് അച്ഛൻ ബ്ലസ് ചെയ്ത് പറഞ്ഞയച്ചതിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ കഴിഞ്ഞ ദിവസം ഇവിടെ സൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ജോസഫ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. ഇന്ന് എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവശ ശുശ്രൂഷ ലഭിക്കുവാൻ അർഹയായി. എൻ്റെ ചേച്ചിയും ഭർത്താവും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന്. എത്ര പറഞ്ഞാൽ, ഒരാഴ്ച പറഞ്ഞാൽ, 1 മാസം പറഞ്ഞാൽ, 1 വർഷം പറഞ്ഞാൽ മതിയാവില്ല. അത്രയേറെ അനുഗ്രഹമാണ്. ഞാൻ ഒരാളായിരുന്നു ആ ഭാഗത്ത് പത്രം കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ പത്രം കൊടുക്കുമ്പോൾ മിസ്സേ ഞങ്ങളും പോയിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ പ്രദേശം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായി മാറിയിരിക്കുകയാണ്. ഇനി ഉടമ്പടി തൈലത്തോടു കൂടി കിട്ടിയ ഒരു വലിയ സാക്ഷ്യവും കൂടി. ഞാൻ പത്രം കൊടുക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ ഹസ്ബൻഡ് തളർന്നു പോയി, എന്താണ് പറ്റിയതെന്നറിയില്ല, ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞു വരാം. പക്ഷേ ഭയങ്കര മഴ. എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ അവിടെ ചെന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ മേൽ മുഴുവൻ കുളിർ കോരിയിട്ടു.
പരിശുദ്ധ അമ്മ അവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ വേഗം ആ സാറിനോട് പറഞ്ഞു, സാറേ ഒട്ടും ഭയപ്പെടേണ്ട, സാറേ പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടു സാറിനെ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തും. ഇപ്പം സാറ് മക്കളോടുകൂടി അവധി ചെലവഴിക്കാൻ കാനഡയ്ക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പറഞ്ഞാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്തത്ര നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഇപ്പോൾ മക്കളുടെ കാര്യമാണ് ഏറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട അപ്പച്ചനും അമ്മയും കൂടെ ഈ അൾത്താരയിൽ വന്ന് മക്കളുടെ സാക്ഷ്യം, അവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് ഈ ഒരു വേഗത ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പല നിയോഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് അവിടെ ജോലി കിട്ടിയതിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ എത്രയും വേഗം നടന്നു എന്നുള്ളൊരു ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നൊരു ഉടമ്പടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു സാക്ഷ്യത്തിൽ ഉണ്ട്. അത് ഉടമ്പടിയുടെ ഭാഗമാണ് തന്നെ. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേലിൽ സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന ആ ഒരു അധികാരത്തെയാണ് വിശ്വാസ സത്യമായിട്ട് ഈ പ്രത്യക്ഷീകരണം വഴി നമ്മൾ മുൻപോട്ട് വെക്കുന്നതും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതും. അപ്പം ആ സമയത്തിൻ്റെ ഒരു ചുരുക്കം, ഒരു വേഗത ഉണ്ട് എന്നുള്ളത് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാമത്തേത്, ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരയക്കുമ്പോൾ കർത്താവ് പറയണത്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും, അവർ സൗഖ്യപ്പെടും എന്നുള്ളൊരു വലിയൊരു വാഗ്ദാനം, ഒരു അധികാരം ദൈവം നൽകുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒന്നെങ്കിൽ അവർക്ക് ലഭിച്ച സൗഖ്യമോ അല്ല അവർ മൂലം മറ്റവർക്ക് ലഭിച്ച സൗഖ്യമോ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഈ വചനത്തിനോട് ചേർത്ത് പിടിച്ചാണ് വായിക്കുന്നത്. മൂന്നാമത്തത്, വ്യക്തമായിട്ടൊരു ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ടുള്ളൊരു ശ്രമം. ഒരു പക്ഷേ ഈ ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം ദൈവത്തിൻ്റെ നാമത്തിലാണ് ഏറ്റെടുക്കുന്നതെന്നുള്ളതാണ്. കാരണം അത് എപ്പോഴും ഈ ഒരു ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയണത് കാരുണ്യ പ്രവർത്തനത്തിന് മുകളിൽ ക്രിസ്തു കൈമാറ്റം തന്നെയാണ്. ഒരു വ്യക്തി, ഇവിടെ സാക്ഷ്യം പറയുന്ന വ്യക്തികളൊക്കെയും ഒരു പക്ഷേ അവർ പറഞ്ഞും പറയാതെയുമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെല്ലാം ദൈവനാമത്തിലാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റെടുക്കലിനൊരു ബോധ്യമുണ്ട്. അതെന്ന് പറഞ്ഞത് നിർത്തുന്നില്ലല്ലോ. അപ്പോൾ മുന്നോട്ടും ഈ ഒരു ദൈവനാമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. സാക്ഷ്യം ആരംഭിക്കുന്നത് ഇതുപോലെ ആരോ നൽകിയൊരു പത്രം ലഭിച്ചു എന്ന് പറഞ്ഞാണ്. അപ്പം ഈ ഒരു ദൗത്യം ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം കുടുംബത്തിൽ ഉണ്ടായി എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിനെന്നല്ല, ആ പ്രദേശത്ത് മുഴുവൻ അതിനൊരു സംരക്ഷണത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു പക്ഷേ ഈ വ്യക്തിയെയും കുടുംബത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് ഉടമ്പടി എടുത്തവരുണ്ട്. അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളുകളിലേക്ക് ഒഴുകുന്ന ഒരു ദൈവാനുഭവം, കൃപയുടെ ഒരു അനുഭവം, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ കുടുംബം കാരണമാവുന്നവരെ പ്രത്യേകിച്ച് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.